എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇപ്പോൾ ഉത്സവകാലമാണ് അല്ലേ? എല്ലായിടത്തും മണ്ഡലകാലമാണ്. അതേപോലെ വൈക്കത്ത് അഷ്ടമി, അതുപോലെ കാർത്തിക, ഉദയനാപുരത്ത് കാർത്തിക, പല ക്ഷേത്രങ്ങളിൽ കാർത്തിക ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ഉത്സവ പ്രതീതിയുള്ള ദിവസമാണ്. അയ്യപ്പസ്വാമിയും ഗുരുവായൂരപ്പനും വൈക്കത്തപ്പനും എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഗുരുവായൂർ ഏകാദശിക്ക് എല്ലാവരും ദർശനം നടത്താനൊക്കെ തിരക്കും കൂട്ടുന്നൊരു ദിവസമാണ്. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. അവരവരുടെ ആരോഗ്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 15-ാം തീയതി 1/12/2025 തിങ്കളാഴ്ച. ഇന്ന് എങ്ങനെയുണ്ട് നമുക്കെല്ലാവർക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ കാര്യങ്ങൾ വന്നു ചേരുവാനും പുതിയ ആൾക്കാരുമായിട്ട് പുതിയ നല്ല ഉറപ്പുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വിദേശ യാത്രയ്ക്ക് സാധ്യത ഒരുങ്ങുന്ന ദിവസമാണ്. അതേപോലെ വിദേശീയരുമായിട്ടുള്ള ഇടപാടുകൾ, ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വന്ന് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും സാമ്പത്തിക കാര്യങ്ങളിൽ ചില ക്രമക്കേടുകളുമൊക്കെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിശ്വസ്തർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെയും കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഓരോ സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. നമ്മളതിന് അവസരം കൊടുക്കാതിരിക്കുക. മൊത്തത്തിൽ മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. മറ്റ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിട്ട് കാണുന്നു. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശാരീരികമായി ചില ക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് റിപ്പയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ അല്ലെങ്കിൽ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി നമ്മുടെ സമയം തെളിയുകയാണ്. ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ കാര്യങ്ങളിൽ മുഴുകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. അവസരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടാകുന്ന മാന്ദ്യമൊക്കെ മാറുന്ന രീതിയിലുള്ള ബന്ധുക്കളുടെ ഇടപെടലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായമോ ഒക്കെ ലഭിക്കുന്നതാണ്. വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ അനുഭവങ്ങളുണ്ടാകുന്ന ദിവസമാണ്. പ്രതീക്ഷകൾ പലതും കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പൊതുവെ ആലസ്യത്തിൻ്റെ ദിവസമാണെങ്കിൽ കൂടിയും ഉച്ചയോടുകൂടി ഉത്സാഹഭരിതരായി പല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. സൗന്ദര്യ സംവർദ്ധക മേഖലകളിലൊക്കെ ഏർപ്പെടുന്നവർക്കും അതേപോലെ ആ വസ്തുക്കൾ വിൽക്കുന്നവർക്കുമൊക്കെ കോസ്മെറ്റിക്സ് വിൽക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കയറ്റുമതി ഇറക്കുമതികളിലൊക്കെ ഒപ്പിടാനും രേഖകൾ കൈപ്പറ്റാനുമൊക്കെ സാധ്യത ഉള്ള ദിവസമായിരിക്കും. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. ഔദ്യോഗികമായ ചില രേഖകൾ ലഭിക്കാൻ വിഷമിക്കുന്നവർക്ക് ഇന്ന് അത് ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ ചില പ്രതീക്ഷകൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. പല കാര്യങ്ങളും അനായാസേന സാധിക്കാനായി സാധ്യതയുള്ള ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുടെയോ സുഹൃത്തുക്കളുടെയോ സഹകരണങ്ങളും ഒക്കെ കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. ചില ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ചില ആളുകളുമായി ചില കലഹങ്ങളിൽ ഏർപ്പെടുവാനും അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങാനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കണം. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോവുക.
ഉത്തമമായ ചില മേഖലകൾ സന്താനങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നൊരു പ്രതീക്ഷ കൈവരുന്ന ദിവസമാണ്. മാതാപിതാക്കൾക്ക് ചില അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന മൂലം ധനച്ചെലവിന് സാധ്യതയുണ്ട്. മനക്ലേശത്തിനും സാധ്യത കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു സമാധാനം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. എങ്കിൽ കൂടിയും ചില നല്ല കാര്യങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്കുള്ള തീരുമാനമുണ്ടാകാനും കമിതാക്കൾക്ക് ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കമിതാക്കൾക്ക് സമാനമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വഴിതെളിക്കുക, വിവാഹ നിശ്ചയം, വാക്കുറപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന ഗുണാനുഭവങ്ങൾ കൂടിയ ദിവസമാണ്. ഇന്ന് വിവാഹകാര്യങ്ങൾക്ക്, സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾക്ക് ഒക്കെ തീരുമാനങ്ങളുണ്ടാകുന്ന ദിവസമാണ്. കുറേ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയും അലച്ചിലും കൂടുതലാണെങ്കിലും ധാരാളം അനുകൂലമായ അനുഭവങ്ങൾ അതിലൂടെ വന്നു ചേരുന്നതാണ്. യാത്രകൾ പ്രയോജനപ്രദമായിരിക്കും. യാത്രയിലൂടെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ടാർഗറ്റ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സ്വകാര്യ മേഖലയിൽ പണസംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അഗ്നിഭയം അല്ലെങ്കിൽ തീപിടിത്തം അല്ലെങ്കിൽ ധനനഷ്ടം, വൈദ്യുതിയിൽ നിന്നുള്ള ആഘാതം ഇതൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും അവർ അത്തരത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില ദോഷാനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഗുണാനുഭവങ്ങൾ വരുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ട്രാവൽ ഏജൻസി തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്കുമൊക്കെയാണ്. എന്നാൽ ദോഷകരമായ അനുഭവങ്ങൾ വരുന്നത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ഹോട്ടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, പലവ്യഞ്ജനാദികൾ കൊണ്ട് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം ധനനഷ്ടമുണ്ടാകുന്ന ദിവസമാണ്. ഇന്ന് പ്രതീക്ഷിച്ച ഒരു ലാഭവും വരാൻ സാധ്യതയില്ല. നിരാശപ്പെടാതിരിക്കുക. അടുത്ത ദിവസം അതെല്ലാം പരിഹരിക്കപ്പെടാവുന്നതാണ്. ഏറ്റവും അധികം ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. അന്നദാന പ്രഭുവായ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുക. അന്നദാനം നേർച്ച നടത്തുക. വിശക്കുന്ന വയറ് ഉള്ളവർക്ക് അന്നദാനം കൊടുക്കുക, സൗജന്യമായി അന്നദാനം കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് ഈ ഇന്നത്തെ വിഷയങ്ങൾക്ക് പരിഹാരമായിരിക്കും. എപ്പോഴും നമ്മൾ അന്നദാനം ഏറ്റവും വലിയ ദാനമാണ്. അന്നദാനം മഹാദാനം എന്നാണ് പ്രമാണം. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ ദിവസം അത്ര ദോഷപ്രദമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലനിടം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും. വളരെ വിശ്രമമൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. പങ്കാളിയുമൊത്ത് വളരെ നല്ല ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ദിവസമാണ്. ഗ്രഹം മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഗ്രഹത്തിലോട്ട് താമസം മാറി പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിച്ച് സന്തോഷിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളുടെ സഹകരണവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ തൊഴിൽ സംബന്ധമായ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാനം
കുറയുന്ന ഒരു ദിവസമാണ് ഇന്ന്. തൊഴിൽ സ്ഥാനത്ത് നിന്ന് മനസ്സിന് ക്ലേശകരമായ ചില രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ, അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏറ്റവും വിശ്വസിക്കുന്ന ആളുകൾ പറ്റിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വരാധീനം ഉണ്ടാകട്ടെ. ഇപ്പോൾ കണ്ടകശനി കാലമാണ്, അതുകൊണ്ട് മാതൃദുരിതം വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ജലസംബന്ധമായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുവാനും പണച്ചെലവുണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും ധനച്ചെലവിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ കുട്ടികളുടെ ചില പ്രണയബന്ധങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ക്ലേശകരമുണ്ടാക്കുന്ന തരത്തിലുള്ള പഠിത്തത്തിലുള്ള ഡീവിയേഷനോ മാറ്റമോ ഒക്കെ വളരെയധികം മനക്ലേശം ഉണ്ടാകുന്നതാണ്. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ക്ലേശകരമായ യാത്രയാണ് കാണുന്നത്. അതേപോലെ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും സന്തോഷം അനുഭവിക്കാനുമൊക്കെ ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. തൊഴിൽ സ്ഥാനത്ത് നിന്ന് വളരെ അംഗീകാരമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ തിരക്കേറിയ ദിവസമായിരിക്കും. യാത്രകൾ അനിവാര്യമാണ്. യാത്രകളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിലേക്ക് പുതിയതായി കടന്നു വരുന്ന പങ്കാളിക്ക് ചില പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾക്ക് ഉണ്ടാകുന്നത് മൂലം ചില മനക്ലേശങ്ങളൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നവർക്ക് അതിന് ഉതകുന്നതായ അനുകൂലമായൊരു തീരുമാനമുണ്ടാകാം. പുണ്യക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. പ്രാർത്ഥന അനിവാര്യമായ ഒരു ദിവസമാണ് ഇന്ന്. വളരെയധികം പ്രാർത്ഥനയിൽ മുഴുകുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്താൽ തടസ്സങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്നതാണ്. സന്താനങ്ങളിൽ ചിലർക്ക് ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനും അതുമൂലം മനക്ലേശവും ധനച്ചെലവിനുമൊക്കെ സാധ്യത കാണുന്നു. അതൊഴിച്ചാൽ ഇന്ന് വളരെയധികം അനുകൂലമായ പല അനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ അയവ് ലഭിക്കുന്ന ദിവസമാണ്. അധ്വാനം കൂടിയ ദിവസമാണ്. ജോലി തിരക്ക് കൂടിയ ദിവസമാണ്. ആത്മസംയമനത്തോടു കൂടി മുൻപോട്ട് പോവുക. ബന്ധുമിത്രാദികളുടെ സഹകരണവും സ്നേഹപരങ്ങൾക്കുമൊക്കെ പാത്രീഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെയധികം സൽപ്പേര് ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ നമ്മുടെ കഴിവും അധ്വാനവും ഒക്കെ കണ്ട് തങ്ങൾക്കും അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനപ്രയാസം ഉണ്ടാകുന്ന സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന ചില നീരസം മൂലം ഇവിളായി എന്നൊക്കെ നമ്മൾ പറയുന്ന കരിങ്കണ്ണ് എന്ന് പറയുന്ന ദൃഷ്ടിദോഷമൊക്കെ ഭവിച്ചിട്ട് ദേഹം വേദന തുടങ്ങിയ കാര്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും വിപരീതമായ കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ഏറ്റവും അധികം സഹായിക്കുന്നത് ഉപ്പ് വെള്ളം, കല്ലുപ്പിട്ട വെള്ളത്തിൽ ദേഹം കഴുകുകയും മുഖം കഴുകുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് വളരെ അനുകൂലമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ആരോഗ്യരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഈ സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം.